بسم الله الرحمن الرحيم. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1749 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്ത് ജാസിയയിലെ 36, 37 എന്നീ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ. വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തുൽ ജാസിയയിലെ അവസാനത്തെ 2 ആയത്തുകൾ 36, 37 എന്നീ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ജാസിയയുടെ പഠനം നമ്മൾ ഇന്ന് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഹിജ്റ വർഷം അതിലെ ദുൽഹജ്ജ് മാസത്തിലെ 10-ാം ദിവസമാണ് ഏറ്റവും ശാസ്ത്രീയമായ കലണ്ടർ പ്രകാരം ഇന്ന്. ഹാജിമാര് മക്കയിലും ഹജ്ജിന്റെ ഇടങ്ങളിലുമായിട്ട് ഒത്തുചേർന്ന ഒരു വേളയാണ് ഇന്ന്. അറഫയിലേക്ക് അവരൊക്കെയും എത്തിച്ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദുൽഹജ്ജ് 9-നാണ് അറഫയിൽ ഒത്തുചേരേണ്ടതെങ്കിലും ഈ തീയതി കണക്കാക്കുന്നതിലുള്ള ചില ആശയക്കുഴപ്പങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വിഭിന്നങ്ങളായി തന്നെ തുടരുന്ന കാരണമായിട്ടാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് എന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുതൽ 2-3 ദിവസങ്ങളിലായിട്ടാണ് ദുൽഹജ്ജ് 10-ലെ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ഇന്ന് ആഘോഷിക്കുന്നവരുണ്ട്, നാളെ ആഘോഷിക്കുന്നവരുണ്ട്, മറ്റന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. ഇനി അതിന്റെ അടുത്ത ദിവസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ചില പെരുന്നാൾ ദിവസങ്ങളുടെ ഈ മാറ്റം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആചരിക്കല് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഇസ്ലാമിക ലോകത്തിന് ഒരു കൂട്ടായ ശരിയായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈദുൽ അദ്ഹ ആശംസകൾ അറിയിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഈ സൂറത്തിന്റെ ഒരു പരിസമാപ്തി എന്ന നിലക്കുള്ള ചില കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിൽ കേൾപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ ഏകദേശം 7 ആയത്തുകൾ നമ്മൾ കാണുകയുണ്ടായി. അത് ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ സംബന്ധിച്ച ആളുകൾ വെച്ച് പുലർത്തുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ആ നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഏറ്റുവാങ്ങാനിരിക്കുന്ന പരിണിതിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് നമ്മൾ
കാണുകയുണ്ടായത്. അവരില് മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ജീവിതം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം മാത്രമാണ്, മരണശേഷം ഒരു പുനരുത്ഥാനമേ ഇല്ല എന്ന് തീർത്തു പറയുന്ന ആളുകൾ, അങ്ങനെ പലരുമുണ്ട്. അക്കാര്യത്തിൽ സന്ദേഹികളായിട്ട് കഴിയുന്ന മാനദരി മസ്സാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ സമയം, ആ നാള് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നൊന്നു ഇല്ല ലന്ന, ഞങ്ങൾ ചില ഊഹങ്ങളൊക്കെ നടത്തുക മാത്രമാണ്. വമാ നഹ്നു ബി മുസ്തഖിനീൻ, ഞങ്ങൾക്ക് അതിലൊരു ദൃഢമായ അറിവോ അല്ലെങ്കിൽ ദൃഢബോധ്യമോ ഒന്നുമില്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അതേപോലെ തന്നെ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്തുകൊണ്ട് പാരത്രിക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ 3 വിഭാഗം ആളുകളും ഒരേ വിധത്തിലുള്ള പരിണിതിയാണ് മരണാനന്തരം ഏറ്റുവാങ്ങുക എന്ന് സങ്കല്പിക്കാൻ എന്തായാലും നമുക്ക് സാധിക്കുകയില്ല. കാരണം അത് 3 വ്യത്യസ്തമായ നിലപാടുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒക്കെയാണ് അതിന്റെ ഫലമായിട്ട് അവരിൽ നിന്നും ഉണ്ടാവുക. ഇതില് സന്ദേഹികളായ ആളുകളെ കുറിച്ചാണ് തൊട്ടു മുമ്പ് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അല്ലാഹു വിശദമാക്കുകയുണ്ടായത്. അതിന്റെ മുമ്പ് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകളുടെ കാര്യത്തിലും ചില സംഗതികളൊക്കെ അല്ലാഹു വെളിപ്പെടുത്തുകയുണ്ടായത് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ വായിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ സന്ദേഹം വെച്ച് പുലർത്തിയ ആളുകളും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ച ആളുകളും ഒക്കെ, അവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായി. അൽ യൗമ നൻസാക്കും കമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദ, ഇങ്ങനെയാണ് അവരോട് പറഞ്ഞു തുടങ്ങിയത്. ഇന്നേ ദിവസം നിങ്ങളെ നാം വിസ്മരിക്കുകയാണ്, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ നാളിനെ നിങ്ങൾ വിസ്മരിച്ചിരുന്ന അതേ വിധത്തിൽ അങ്ങനെ ഒരു നാൾ ഉണ്ടാവാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുകയായിരുന്നല്ലോ. അതേ വിധത്തിൽ ഇന്ന് നിങ്ങളെയും നാം വിസ്മരിക്കുകയാണ്. മുന്നാർ, നിങ്ങളുടെ മടക്ക സങ്കേതം നരകമാണ്. വമാലക്കും മിൻ നാസിരീൻ, നിങ്ങൾക്ക് സഹായികളായിട്ട് ആരും തന്നെ രംഗത്ത് വരാൻ പോകുന്നില്ല എന്നുകൂടിയാണ് അവരെ കേൾപ്പിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു പരിണതി, ഏറ്റവും ദുരന്തപൂർണമായ ഒരു പരിണതി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, കാര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടാൻ പ്രയോജനപ്പെടുന്ന സൂചനകൾ അടങ്ങിയ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു. നിങ്ങളെ ഐഹിക ലോക ജീവിത ഭ്രമം വഞ്ചിതരാക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പരിണതി അർഹിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നാണ് തുടർന്ന് അവരോട് പറയപ്പെടുന്നത്. ഫല്യൗമ ലാ യുഖ്റജൂന മിൻഹ, ഇനി ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ മടക്ക സങ്കേതം നരകമാണ്. അതിനുശേഷം ഇനി നിങ്ങൾക്ക് നിത്യമായി വസിക്കാനുള്ളത് ഇവിടെയാണ്. ഇവിടുന്ന് നിങ്ങൾ പുറത്തു പോകുന്ന വിഷയമേ ഇല്ല. വലാഹും യുസ്താഅതബൂൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ട എന്തെങ്കിലും നടപടികൾ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടാനും പോകുന്നില്ല. ഇങ്ങനെയാണ് പാരത്രിക ജീവിതത്തെ നിഷേധിച്ച, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ച ആളുകളോടായിട്ട് ആ ഘട്ടത്തില് പറയപ്പെടുന്നത്. അതിനെ തുടർന്നാണ് ഈ സൂറത്തിന്റെ ഉപസംഹാരമായിട്ട് വരുന്ന ഈ 2 ആയത്തുകൾ വരുന്നത്. നമുക്ക് ആ 2 ആയത്തുകളെ സൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദ് റബ്ബിൽ ആലമീൻ. ഫലില്ലാഹിൽ ഹംദ്,
അള്ളാഹുവിനാണ് സർവസ്തുതികളും, എല്ലാവിധ സ്തുതികീർത്തനങ്ങളും അർഹിക്കുന്നത് അള്ളാഹുവിനാണ് എന്നാണ് ഈ സൂറത്തിന്റെ ഉപസംഹാരത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രാധാന്യപൂർവം പറയുന്ന കാര്യം. ദൈവിക സംവിധാനങ്ങളും ദൈവിക നിർദ്ദേശങ്ങളും മനുഷ്യന്റെ ആത്യന്തികമായ പരിണിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക തീരുമാനങ്ങളൊക്കെ തന്നെ അത് പുലരുന്ന ഒരു നാളാണല്ലോ, ഒരു സന്ദർഭമാണല്ലോ അത്. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിലാണ് സകല സ്തുതികളും അള്ളാഹുവിനാണ്. അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു ആസൂത്രണം ചെയ്ത, അള്ളാഹു രൂപകൽപ്പന ചെയ്ത കാര്യങ്ങൾ അതിന്റെ തികവോടെയും പൂർണ്ണതയോടെയും നടപ്പിലാകുന്ന ആ ഒരു സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹുവിനാണ് സകല സ്തുതികളും, അവനാണ് എല്ലാ വിധത്തിലുള്ള സ്തുതികീർത്തനങ്ങളും അർഹിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇത് പറയുന്നത് ആരാണ് എന്നത് അതിന്റെ ഭാഷാപരമായ ഘടന പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇതുവരെ അള്ളാഹു നേരിട്ട് ഈ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിരുന്നതെങ്കിൽ പിന്നീട് ആയത്തുകളുടെ ശൈലി അങ്ങനെയായിരുന്നു. അവിടെ നരകം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളോട് നേരിട്ട് സംസാരിക്കുന്ന വിധത്തിലാണ് നമ്മൾ കാണുകയുണ്ടായത്. എന്നിട്ട് അതിനെ തുടർന്ന് മറ്റു ആളുകളോട്, നരകാവകാശികളാവുന്ന ആളുകളോട് നേരിട്ട് സംസാരിച്ചതിനെ തുടർന്ന് അവരുടെ കാര്യത്തിൽ മറ്റുള്ളവരോട് പറയുന്ന വിധത്തിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അവര് ലാ യുഖ്റജൂന മിൻഹാ വലാഹും യുസ്തഅതബൂൻ എന്നതൊക്കെ പൊതുവായിട്ട് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. അവര് പുറത്തു കടക്കുന്നതല്ല, അവർക്ക് എന്തെങ്കിലും പുണ്യമോ അല്ലെങ്കിൽ സൽക്കർമ്മമോ ചെയ്ത് അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു അവസരം നൽകപ്പെട്ടുകൊണ്ട് അവരോട് അത് പറയപ്പെടുകയില്ല എന്ന കാര്യവും ഇത് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്. അവരുടെ നരകപ്രവേശനം സംഭവിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടുന്ന് പുറത്തു കടക്കാൻ യാതൊരു വഴിയുമില്ല എന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ കാര്യം പറയുന്നത് ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ. ഒന്നുകിൽ അത് അള്ളാഹു തന്നെ പറയുന്ന ഒരു ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ കൃത്യമായ ഒരു സൂചന ഇവിടെ ഇല്ല. സൂറത്തുൽ ഫാത്തിഹയിലേതുപോലെ വിശുദ്ധ ഖുർആന്റെ വായനക്കാരൻ പറയുന്ന ഒരു ശൈലിയിലാണ്. ഇനി അതല്ലെങ്കിൽ അള്ളാഹു പറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് യാതൊരു സൂചനയും അതിലടങ്ങിയിട്ടില്ല. അള്ളാഹുവിന് അവനെ സ്വയം പ്രകീർത്തിക്കാവുന്നതും അവന്റെ ഔന്നത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും സംസാരിക്കുന്ന വിധത്തിൽ സംസാരിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ആ നിലക്കും കാണാവുന്നതാണ്. ഫലില്ലാഹിൽ ഹംദു, സകല സ്തുതികീർത്തനങ്ങളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്. റബ്ബിസ് സമാവാതി വറബ്ബിൽ അർള്, വാനലോകങ്ങളുടെയും അതുപോലെ ഭൂമിയുടെയും ഉടമസ്ഥനായ നാഥനായ അള്ളാഹുവിനാണ് സകല സ്തുതികീർത്തനങ്ങളും. റബ്ബിൽ ആലമീൻ, മുഴു ലോകങ്ങളുടെയും നാഥനാണ് അവൻ. ആകാശലോകങ്ങൾ, വാനലോകങ്ങൾ, അതുപോലെ ഭൂലോകം, അതുപോലെ സകല ആലമുകളും സർവലോകങ്ങളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം അവന്റെ കയ്യിലാണുള്ളത്. അവിടെ വേറെ ആർക്കെങ്കിലും കയറി ഇടപെട്ട് കളയാം, അതിലെന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്താം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാം എന്നൊന്നും കരുതാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരുമില്ല. സമ്പൂർണമായ നിയന്ത്രണം അത് വാനലോകത്തിൻ്റെതായാലും ഭൂലോകത്തിൻ്റെതായാലും സർവലോകങ്ങളുടെയും നിയന്ത്രണം അവൻ്റെതാണ്, അവന്റെ കയ്യിലാണ്. അവനാണ് അതിന്റെ ഒക്കെയും റബ്ബ്. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി വറബ്ബിൽ ആലമീൻ. മൂന്ന് സംഗതികളെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ്
ഇവിടെ അള്ളാഹുവിനെ റബ്ബ് എന്ന നിലക്ക് വിവരിക്കുന്നത് നാം കാണുന്നത്. അതില് റബ്ബു സമാവാത്ത്, വാനലോകം, ഉപരിലോകം ആണ് ഒന്നാമത്തേത്. വാനലോകം എന്നത് നമുക്ക് പരിമിതമായിട്ട് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. എന്തായാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയിൽ വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീതയായി, അവരിൽ നിന്ന് ഉപരിയായി ഉയർന്നു നിൽക്കുന്ന ഒരു ലോകം. വാനലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ആകാശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിട്ടുണ്ടെങ്കിലും കേവലം നമ്മൾ മനസ്സിലാക്കുന്ന ആകാശം എന്ന അർത്ഥത്തിനപ്പുറത്ത് വിശാലമായ പ്രപഞ്ചത്തിന്റെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതമായി നിലകൊള്ളുന്ന, വളരെ ഉയർച്ചയിലായിട്ടുള്ള ലോകങ്ങളെയാണ് പരാമർശിക്കുന്നത്. റബ്ബിൽ അർള്, അതുപോലെ ഭൂമിയുടെയും ഉടമസ്ഥനും നാഥനും നിയന്ത്രകനും ഒക്കെ അവൻ തന്നെയാണ്. അതുപോലെ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥൻ അവനാണ്. ഇത് ആകാശങ്ങളും ഭൂമിയും എന്നതുകൊണ്ട് പരിമിതപ്പെടുത്തി നിർത്താൻ പറ്റാത്ത, ഒരു പക്ഷേ നമ്മുടെ ആലോചനയിലേക്ക് പോലും വന്നിട്ടില്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടി ആയിട്ടുള്ള പ്രപഞ്ചങ്ങളോ അല്ലെങ്കിൽ ഈ ആകാശങ്ങളും ഭൂമിയും എന്ന പരാമർശത്തിനകത്ത് വരാത്ത ഇടങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഈ വാക്കിന്റെ സൂചനയിൽ നമുക്ക് കാണാനാവും. അപ്പോ ആകാശങ്ങളുടെ, വാനലോകത്തിന്റെ നാഥൻ, ഭൂമിയുടെ നാഥൻ, അതുപോലെ സർവ്വലോകങ്ങളുടെയും നാഥൻ, അങ്ങനെയുള്ള അള്ളാഹുവാണ് എല്ലാവിധ സ്തുതി കീർത്തനങ്ങൾക്കും അർഹനായത് എന്നാണ് ഈ ആയത്തിൽ വ്യക്തമാക്കപ്പെടുന്നത്. അത് ഒരു തിരിച്ചറിവോടുകൂടി മനുഷ്യർ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് പറയേണ്ട വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവനായ അള്ളാഹു മനുഷ്യരുടെ ബോധമണ്ഡലത്തിലേക്ക് അള്ളാഹുവിന്റെ ഔന്നത്യവും അള്ളാഹുവിന്റെ മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഈ കാര്യം വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രസ്താവിച്ചതായിട്ട് കാണുകയും ചെയ്യും. വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ്, വലഹുൽ കിബ്രിയാഉ, എല്ലാ ഔന്നത്യവും മഹത്വവും വാനലോകത്തും അതുപോലെ ഭൂലോകത്തും ഒക്കെ വെച്ച് ഏറ്റവും വലിയ മഹത്വം മുഴുവനായും അവനുള്ളതാണ്, അവൻ അർഹിക്കുന്നതാണ്. കിബിരിയ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. കബീർ എന്ന പദം ഇതുമായി ബന്ധമുള്ള മറ്റൊരു പദമാണ്. വലുത്, അതിന്റെ വേറൊരു രൂപമാണ് അക്ബർ, കൂടുതൽ വലുത് എന്നൊക്കെയുള്ളത്. അപ്പോ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഔന്നത്യവും മഹത്വവുമാണ്. അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് അദ്കാറുകളിൽ പെട്ടതാണ്, അള്ളാഹു അക്ബർ എന്നത്. അപ്പൊ കിബിരിയ എന്നത് ഈ മഹത്വം നൽകുന്ന ആ ക്വാളിറ്റിയാണ് പരാമർശിക്കുന്നത്. ഔന്നത്യവും മഹത്വവും ഒക്കെയും ഫിസ്സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും വെച്ച് ഏറ്റവും വലിയ മഹത്വമൊക്കെയും അവൻ്റെതാണ്, അവൻ അവകാശപ്പെട്ടതാണ്. അവനാണ് എല്ലാറ്റിനേക്കാളും ഉന്നതനായത്, മഹത്വമുള്ളവനായിരിക്കുന്നത്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ ഏറെ പ്രതാപമുള്ളവനും യുക്തിജ്ഞനുമാണ്, അജയ്യനാണ്, അതുപോലെ സകലതിനെ കുറിച്ചുമുള്ള ജ്ഞാനമുള്ളവനുമാണ്. ഹക്കീമാണ്, അഭിജ്ഞനാണ്. അള്ളാഹുവിന്റെ ഇസ്സത്തിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന യാതൊരാളുമില്ല. അയാളുടെ സാന്നിധ്യത്തിൽ അള്ളാഹു പ്രഭ കുറഞ്ഞവനായി, നിഷ്പ്രഭനായി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവാണ് നമുക്ക് സങ്കല്പിക്കാവുന്ന എന്തിനേക്കാളും ആരെക്കാളും
ഔന്നത്യവും മഹത്വവും ഉള്ളവൻ. അവൻ കരുത്തുള്ളവനാണ്. അവന്റെ പ്രാഗൽഭ്യവും മേന്മയും ഔന്നത്യവും ഒക്കെ മറ്റാരുടേതിനേക്കാളും ഉപരിയായി ഉള്ളതാണ്. വഹുവൽ അസീസ്. അതേസമയം അവൻ തികഞ്ഞ യുക്തിജ്ഞനും അതുപോലെ അഭിജ്ഞനുമാണ്. അവന്റെ ഓരോ ചുവടുവെപ്പും ഓരോ നടപടിയും ഓരോ തീരുമാനവും അത് പൂർണ്ണമായ ഹിക്മത്ത് അടങ്ങിയതാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലെ ഏറ്റവും യുക്തിഭദ്രമായ നിലപാടും തീരുമാനവും ധാരണയും ജ്ഞാനവും ഒക്കെ ഉള്ളത് അള്ളാഹുവിനാണ്. അതാണ് ഹിക്മത്ത് എന്ന പദത്തിന്റെ, ഹക്കീം എന്ന പദത്തിന്റെ സൂചന. ഈ വിധത്തിലാണ് സൂറത്തുൽ ജാസിയയുടെ ഈ ഉപസംഹാരം അല്ലെങ്കിൽ പരിസമാപ്തി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങളാണിത്, ഈ രണ്ടായത്തുകൾ. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതേ ഒരു നിലപാടാണ് നമ്മൾ മനസ്സിൽ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ ഔന്നത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ആയത്തുകളുടെ തുടക്കത്തിലുള്ളത്. ലില്ലാഹിൽ ഹംദ് എന്നത് അൽഹംദുലില്ലാ എന്നൊരാൾ പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ്. റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാ. ഏറ്റവും വലിയ മഹത്വം അത് വാനലോകത്തായാലും ഭൂലോകത്തായാലും നമുക്ക് സങ്കല്പിക്കാവുന്ന ഏത് ഇടത്തിലായാലും അവിടെയൊക്കെയും ഔന്നത്യവും മഹത്വവും ഒക്കെ അവന് അർഹതപ്പെട്ടതാണ്, അവൻ്റെതാണ്. വഹുവൽ അസീസുൽ ഹക്കീം. അവൻ എല്ലാ നിലക്കും ഇസ്സത്തുടയവനാണ്. എന്ന് പറഞ്ഞാൽ അവനെ കവച്ചു വെക്കാൻ ഒരു കാര്യത്തിലും കഴിയുന്നവനായി ഒരാളുമില്ല. ഇനി അവന് കരുത്ത് മാത്രമാണോ? അവന്റെ തീരുമാനങ്ങൾ അബദ്ധം നിറഞ്ഞതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവന്റെ ഓരോ നടപടിയും ഓരോ തീരുമാനവും അത് ഹിക്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അവൻ ഹക്കീമാണ്, അൽ ഹക്കീം. എല്ലാ നിലക്കുള്ള ജ്ഞാനത്തിനെയും അതുപോലെ യുക്തിഭദ്രമായ അറിവിനെയും ബോധ്യത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അവന്റെ നടപടിക്രമങ്ങൾ. ഈ വിധത്തിലാണ് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്തിന്റെ പര്യവസാനം. അപ്പോ സൂറത്തുൽ ജാസിയയിൽ 37 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിന്റെ അവതരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇതിന്റെ തൊട്ടു മുമ്പ് അവതരിക്കുകയുണ്ടായ സൂറത്ത് ദുഖാനിന്റെ ആശയപരമായിട്ടും അതുപോലെ അതിന്റെ ഈ വിശുദ്ധ ഖുർആനിൽ ക്രോഡീകരിച്ച രീതിയിലും ഒക്കെ തന്നെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സൂറത്ത് വരുന്നത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധിത സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പും അവരുടെ കടുത്ത തിരസ്കാരവും അവരുടെ തീക്ഷ്ണമായ ശത്രുതാപരമായ നടപടികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഈ സൂറത്തിന്റെ അവതരണം. ഇതിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ ഈ സൂറത്തിന്റെ ഊന്നല് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ അൽ ജാസിയ എന്നത് ഈ സൂറത്തിൽ വരച്ച് കാണിച്ച ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണ്. സകല സമൂഹങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തി കീഴ്പ്പെട്ടവരായി നിലകൊള്ളുന്ന ഒരു സന്ദർഭം, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ ഒരു കാര്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പദം തന്നെ ഈ സൂറത്തിന്റെ ഉള്ളടക്കമായ ഈ ഉയർത്തെഴുന്നേൽപ്പ്, സാഴത്ത്, മരണാനന്തരമുള്ള പുനരുത്ഥാനം, ഇതിനെ കൃത്യമായി
അടയാളപ്പെടുത്തുന്ന സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. കാരണം ആ സന്ദർഭത്തിൽ സാഴത്തിന്റെ വേളയിൽ, ഉയർത്തെഴുന്നേൽപ്പ് വേളയിൽ കാണാനിടയാവുന്ന ഒരു രംഗമാണ്, ഒരു ദൃശ്യമാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സൂറത്തിന്റെ ഉള്ളടക്കം തന്നെയാണ് ഈ സൂറത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് എന്നത് നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ സൂറത്തുൽ ജാസിയയുടെ പഠനമാണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിശിഷ്ടമായ ഒരു സന്ദർഭമാണ് ഹജ്ജിന്റെയും ബലിപെരുന്നാളിന്റെയും ഒക്കെ ഈ അവസരം. ചരിത്ര സ്മൃതികൾ പലതും നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് തിരികെ എത്തേണ്ട ഒരു സന്ദർഭമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും ഉദാത്തമായ ജീവിത മാതൃക ഏറ്റവും വലിയ പ്രചോദനമായി കാണിച്ചുകൊണ്ടാണ് ഹജ്ജും ബലിപെരുന്നാളും ഒക്കെ വന്നു ചേരുന്നത്. അപ്പോ ആഗോള മുസ്ലിം സമൂഹത്തിന്റെ എന്ന് വെച്ചാൽ പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് വിധേയപ്പെടാൻ സന്നദ്ധരായ, അവന്റെ മുന്നിൽ ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടവരാണ് എന്ന് പ്രഖ്യാപിക്കാൻ സന്നദ്ധരായ ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി വന്നു ചേർന്നുകൊണ്ട് ഒരു പ്രവാഹമായി മാറുന്ന ആ പ്രവാഹത്തില് അതിന്റെ ഭാഗമായി, അതിന്റെ ഒരു തുള്ളിയായി, അതിന്റെ ഒരു കണികയായി വന്നു ചേരുന്ന വളരെ അത്ഭുതകരമായ, വളരെ ചരിത്ര സ്മരണകൾ നമ്മിൽ വളരെ ശക്തമായ പ്രചോദനം ഉണ്ടാക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇസ്ലാമിലെ മറ്റ് അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിന് ചരിത്രവുമായി, മനുഷ്യരാശിയുടെ ചരിത്രവുമായി വലിയ ബന്ധമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഉമ്മത്തുൻ ഖാനിത്തൻ ലില്ല എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൽ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയവും അതിനെ തുടർന്നുള്ള സാങ്കേതിക വിദ്യ, കപ്പൽ നിർമ്മാണ രംഗത്ത് വളരെയേറെ വികസിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കടൽ താണ്ടിയുള്ള യാത്രകളൊക്കെ സാധ്യമായി. മനുഷ്യ സമൂഹം മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കുമായി വ്യാപിച്ച ഒരു ഘട്ടത്തില് ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്, മനുഷ്യകുലം ഒരൊറ്റ ഉമ്മത്താണ് എന്ന കാര്യം പഠിപ്പിക്കുന്ന, ആ കാര്യം മനുഷ്യരിൽ ശക്തമായി അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഹജ്ജിനുള്ള വിളംബരം നടത്തപ്പെടാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഹജ്ജിനു വേണ്ടി വിളംബരം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ആളുകള് വാഹനപ്പുറത്ത് കയറിയും കാൽനടയായും ഒക്കെ വിദൂര ദിക്കുകളിൽ നിന്ന് ഹജ്ജിനായിട്ട് വന്നു ചേരും, ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വന്നു ചേരും എന്നും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് കാണാം. ഇത് ഒരു തിരിച്ചറിവിന്റെ, ഒരു ബോധ്യപ്പെടലിന്റെ അനുഭവത്തിലേക്കുള്ള യാത്രയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോ തിരിച്ചറിവ് ഈ പ്രപഞ്ചത്തിനാകെയായി ഒരേ ഒരു റബ്ബാണുള്ളത്, ഒരേ ഒരു ഇലാഹാണുള്ളത് എന്നത് തിരിച്ചറിയലാണ്. ആ തിരിച്ചറിവാണ് അത് ജീവിതത്തില് സാക്ഷാത്കരിച്ചുകൊണ്ട് സകല പരീക്ഷണങ്ങളെയും മറികടക്കാൻ സാധിച്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് അള്ളാഹു ഇന്നി ജഅലുക ലിന്നാസി ഇമാമ എന്ന് പറഞ്ഞുകൊണ്ട് ജനതതികൾക്കുള്ള, മുഴുവൻ മനുഷ്യർക്കുമായുള്ള ഇമാമായിട്ട് താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ മനുഷ്യകുലത്തിന്റെ പുനരേകീകരണത്തിലേക്ക് നയിക്കുന്ന ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പരിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണവും അതിന്റെ ശുദ്ധിയാക്കി വെക്കലും ഒക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് അള്ളാഹു
മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോടൊപ്പം നിർവഹിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം നടത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെടുന്ന, അവനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഹജ്ജിനു വേണ്ടി മക്കയിൽ വന്നു ചേരുകയാണ്. അതിന്റെ ഏറ്റവും കൃത്യതയുള്ള മനാസിക്കുകൾ പഠിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഏറ്റവും പൂർണ്ണതയോടുകൂടി പുനഃസ്ഥാപിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ. അതിന്റെ ഒരു ചൈതന്യം എന്നത് മനുഷ്യകുലം, മനുഷ്യ സമൂഹം ഒരൊറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളായിട്ട് പിറവിയെടുത്തവരാണ്. അവർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള യാതൊരു വേർതിരിവിനും അടിത്തറയില്ല. അവരിൽ ചിലർ ഉന്നതരും ചിലർ അധമരുമായിട്ട് പരിഗണിക്കപ്പെടുന്നത് വളരെ പൈശാചികമായ ഒരു നിലപാടാണ്. അവരെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളായി ഉൾക്കൊള്ളുകയും അവരെ സാഹോദര്യത്തിന്റെ ബാന്ധവത്തില് സ്വീകരിക്കുകയുമാണ് വേണ്ടത് എന്നതാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന സന്ദേശം. യഥാർത്ഥത്തിൽ ഹജ്ജിനുള്ള ക്ഷണമുള്ളത് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന, അവന് വിധേയപ്പെടാൻ സന്നദ്ധരായ ആളുകൾക്ക് മാത്രമാണ്. കാരണം മനുഷ്യകുലത്തില്, മനുഷ്യ സമൂഹത്തില് ഭിന്നതകൾ ഉണ്ടാക്കുന്നതും വിഭാഗീയതക്ക് തുടക്കമിടുന്നതും ഒക്കെ തന്നെ വിശ്വാസപരമായ ഈ അടിത്തറക്ക് ഇളക്കം വരുന്നതോടെയാണ്. അതുകൊണ്ട് ഹജ്ജ് വീണ്ടും ഭിന്നതയുടെയും അതുപോലെ വിഭാഗീയതയുടെയും ഒന്നും ഒരു രംഗമായി മാറാൻ പാടില്ല എന്നതാണ് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചൈതന്യം. അത് നൽകുന്ന അതിന്റെ ഒരു ആത്മാവ് എന്നത് നമുക്ക് കാണാൻ കഴിയാതാണ്. ചരിത്രത്തില് വളരെ പ്രമുഖരായ പല ആളുകളും ഹജ്ജ് എന്ന പ്രതിഭാസം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിന്റെ മഹത്തരമായ ആശയം അതിന്റെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നവരായി മാറിയിട്ടുള്ളത്. ഇസ്ലാമിനെ അന്വേഷിച്ച് കണ്ടെത്തിയ പല ചരിത്ര കഥാപാത്രങ്ങളും വളരെ പ്രമുഖരായ പല ആളുകളും തന്നെ ഹജ്ജിലൂടെയാണ് ഇസ്ലാമിന്റെ ഔന്നത്യം, ഇസ്ലാമിന്റെ മഹത്വം ഒക്കെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുണ്ടായത്. എല്ലാ റേഷ്യൽ ഡിഫറൻസസിനെയും വംശപരമായ എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കി മനുഷ്യരൊക്കെയും തന്നെ ഏകോദര സഹോദരന്മാരാണ് എന്നത് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സംഭവമാണ്, ഒരു അനുഭവമാണ് ഈ ഹജ്ജ് എന്നത്. ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ ചൈതന്യവും അതിന്റെ ആത്മാവും ഒക്കെ തൊട്ടറിയാൻ കഴിഞ്ഞ ആളുകളൊക്കെയും പങ്കുവെക്കുന്നത്, അവരുടെ അനുഭവം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പാരമ്പര്യമായി ഇസ്ലാമിനെ ഏറ്റുവാങ്ങിയ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്ലാമിനെ അന്വേഷിച്ച് കണ്ടെത്തിയ നമ്മുടെ സമീപകാലത്തെ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഹജ്ജിന് വന്ന പല ആളുകളും അത് വെളിപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ അനുഭവങ്ങൾ അവര് വിശദമായി പ്രതിപാദിക്കുന്നത്, അതിനുവേണ്ടി അവര് പല പുസ്തകങ്ങളും രചിക്കുക വരെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹജ്ജിന്റെ ചൈതന്യത്തിലൂടെ ഇസ്ലാമിക സമൂഹത്തിന് കരഗതമാവേണ്ട ദിശാബോധവും ഐക്യബോധവും ഒരൊറ്റ ഉമ്മത്താണ്, ഒരൊറ്റ സമൂഹമാണ് എന്ന തിരിച്ചറിവുമൊക്കെ ഏറ്റവും പൂർണ്ണതയോടുകൂടി അനുഭവിക്കുവാനും അതിന്റെ ഫലം അവരുടെ ജീവിതത്തിൽ ലഭ്യമാക്കുവാനും ഒക്കെ അവസരം തുറന്നു തരുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.